വ്യത്യാസമില്ല. കാരണം അതിലേറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നോട്ടീസ് ചെയ്തിട്ടാണ് ഇവർ വർക്ക് ചെയ്തിട്ടുള്ളത്. എൻ്റെ പേര് വിനീത്. ഞാൻ മസ്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് എൻ്റെ വൈഫാണ് ഇന്ദു. ഞാനായിരുന്നു ഈ വീടിൻ്റെ എല്ലാ സ്റ്റേജിലും ഈ ഗ്ലന്നറത്തുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഹസ്ബൻഡ് നാട്ടിലില്ലാത്തത് കൊണ്ട് വീട്ടിൽ ഞങ്ങളിവിടെ 2 കുട്ടികളാണുള്ളത്, പിന്നെ ഞങ്ങൾ 2 പേരും. വീട് എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ തറവാട് എന്ന് പറയുമ്പോൾ ഓടിട്ട ഒരു വീടായിരുന്നു. അത്യാവശ്യം എല്ലാ സീസണിലും നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത്യാവശ്യം സ്ഥലവും ഉണ്ടായിരുന്നു ചുറ്റുഭാഗം. അപ്പോൾ സ്ഥലം അത്രയില്ലെങ്കിലും ഈ ഉണ്ടാക്കുന്ന വീട്ടിൽ ആവശ്യം വെളിച്ചവും കാറ്റും തണുപ്പും ഒക്കെ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അത് ഇപ്പം ഈ ഔട്ട്കമ്മിൽ അത് ഞാൻ ഹാപ്പിയാണ്. അത്യാവശ്യം നമുക്ക് സ്പേഷ്യസ് ആയിരിക്കണം. അതായത് വീട് പറയുമ്പോൾ ചെറിയ ഈ ബോക്സ് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറി ഒരു ഓപ്പൺ ഫീൽ കിട്ടണമെന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ വീട്ടിൽ നാച്ചുറൽ ലൈറ്റ് എപ്പോഴും ഉണ്ട്. ആദ്യം അതിൻ്റെ ഡിസൈനാണല്ലോ വേണ്ടത്. അപ്പോൾ ശരിക്കും എനിക്ക് ആദ്യം ഞാൻ ആലോചിച്ചത്, എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് ശരത്, അവർ ആർക്കിടെക്റ്റാണ്. ശരത്തിനെയാണ് ആദ്യം അപ്രോച്ച് ചെയ്തത് വീടിനെ പറ്റി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശരത്ത് ത്രൂ ആണ് ഈ ഗ്ലന്നറത്തിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഇവരെ ഒട്ടും അറിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ശരത്തിൻ്റെ ആ ഒരു ഗ്യാരണ്ടിയിലാണ് നമ്മൾ ഗ്ലന്നറത്തിന് വർക്ക് കൊടുത്തത്. ഈ ഡ്രോയിങ് എത്ര നന്നായാലും അതുപോലെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണമല്ലോ. അത് നമ്മുടെ ഡ്രോയിങ് എങ്ങനെയായിരുന്നോ 100% അതുപോലെ തന്നെയാണ് ഇത് വർക്ക് കഴിഞ്ഞപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഒരു വ്യത്യാസമില്ല. കാരണം അതിലേറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ നോട്ടീസ് ചെയ്തിട്ടാണ് ഇവർ വർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഗ്ലന്നറത്തുമായിട്ട് നമ്മൾ ഇനിഷ്യലി വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും അവരാദ്യം നമ്മുടെ സൈറ്റ് വന്ന് കാണുക ചെയ്തത്. നമ്മുടെ സൈറ്റ് കുറച്ചൊരു സ്ലോപ്പുള്ളൊരു സൈറ്റായിരുന്നു. അപ്പോൾ അത് ലെവൽ ചെയ്യണം എന്നൊന്നും നമ്മളുടെ ഒരു കൺസെപ്റ്റിലോ നമ്മളെ ബഡ്ജറ്റിനെ അതിനെപ്പറ്റി ഒന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരാദ്യം പറഞ്ഞത് സൈറ്റ് ലെവൽ ചെയ്യണം, റോഡ് ലെവലിനെക്കാട്ടിലും കുറച്ച് പൊങ്ങി നിൽക്കണം, എന്നാലാണ് അതിനൊരു വൃത്തി കിട്ടുള്ളൂ എന്നൊക്കെ. അത് ശരിക്കും വളരെ കറക്റ്റാണെന്നുള്ളത് നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്. നമ്മുടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുമ്പോഴാണല്ലോ നമ്മളുടെ നോർമലി നമ്മൾ ചിന്തിക്കാത്തൊരു ബഡ്ജറ്റാണ് വരിക ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമ്മൾ പലതരത്തിൽ പല ആളുകൾ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പല കൊട്ടേഷൻസും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഗ്ലന്നറത്തിന് ത്രൂ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കാൻ കാരണം ഇവർ ഒരു ലെവലിൽ നിന്നും കുറയ്ക്കില്ല. മെറ്റീരിയൽസ് നമ്മൾ കബോർഡ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് തരത്തിലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പലരും പല റേറ്റിൽ നിങ്ങൾക്ക് ഇത്രയും ഭയങ്കര വേരിയേഷനിലൊക്കെ നമുക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവരുടെ ത്രൂ പോകാൻ കാരണം ഇവർ ആ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് പോകില്ല. ഇവർ ഉറപ്പായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ചെയ്താലേ കാര്യമുള്ളൂ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സൈറ്റ് എഞ്ചിനീയർ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് എല്ലാ ഡൗട്ട്സും അവരെ എപ്പോഴും ക്ലിയർ ചെയ്യാൻ അവൈലബിൾ ആയിരിക്കും. അത് നമുക്ക് എപ്പോഴും റീച്ചബിൾ ആണ് ഇവർ. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോൾ വിളിച്ചാലും നമ്മുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഇവർ വില്ലിങ് ആണെന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്.